സോറി അനു അനീഷ് പ്രണയം പരിപാടി അതിനെക്കുറിച്ചൊന്നും നമുക്ക് അക്ബറിന് കപ്പടിക്കാൻ ചാൻസ് ഉണ്ടോ? കപ്പടിക്കട്ടെ, അതാണ് എന്റെ ആഗ്രഹം. അവന് കപ്പടിക്കും. ചേട്ടാ അത് അന്നല്ലേ, അത് കഴിഞ്ഞില്ലേ. മണ്ടത്തരം അങ്ങനെയൊന്നുമില്ല. ആ അതൊക്കെ ഫേക്കാണ്. ഐഡിയ ഇല്ല, ഓട്ടം മറിക്കാൻ പറ്റുമോ അതിനെ കുറിച്ച് ഐഡിയ ഇല്ല. അതിനെ കുറിച്ച് ഞാൻ എന്ത് പറയാൻ, അത് അറിയില്ല എന്താ സംഭവം. അവിടെ പോകുമ്പോഴേ അറിയാവുള്ളൂ. എന്തായാലും അനീഷ് അടിപൊളി. ഇല്ല, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഇപ്പൊ ഞാനും നിങ്ങളെപ്പോലെ ചാനലിൽ കണ്ടപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത് ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്നുള്ളത്. ബാക്കി ഇനിയിപ്പോ അവിടെ പോയിട്ടല്ലേ അറിയാൻ പറ്റുള്ളൂ. ഷാനവാസിക്കയാണെങ്കിലും അതിലാണെങ്കിലും നൂറാണെങ്കിലും എല്ലാവരും നല്ല ഗെയിമേഴ്സാണ്. എല്ലാവരും നിങ്ങളുടെയും അല്ലെങ്കിൽ ജനങ്ങളുടെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണല്ലോ അവർ ഇത്രയും ദിവസം അവിടെ നിന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നല്ല എല്ലാവരും വിന്നേഴ്സാണ് അതിൽ സത്യം പറഞ്ഞാൽ ഇപ്പൊ നിൽക്കുന്ന എല്ലാവരും. അപ്പൊ ഇനി ഫൈനലി കപ്പ് ആരെടുക്കും എന്നുള്ളതാണ് നമുക്ക് നിങ്ങളെപ്പോലത്തെ നമുക്ക് എല്ലാവരും ആരാന്ന് പറയാൻ ആഗ്രഹമുണ്ട്. പിന്നെ ഈ അനു അനീഷ് പ്രണയം പരിപാടി അതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിയില്ല. കാര്യം അതിനകത്തില്ലായിരുന്നു. പുറത്താണ്, കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. അവിടെ അകത്ത് പോയിട്ടാണ് ഇതൊക്കെ ഇതിനെ കുറിച്ചൊക്കെ ഇനി അറിയാൻ പറ്റും. അത് നിങ്ങൾ കണ്ടിട്ടുള്ളത് മാത്രമല്ല. ഞങ്ങൾ എൻ്റെ നല്ല സുഹൃത്തുക്കളാണ്. നല്ല ഒരുപാട് ഫണ്ട് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം. എനിക്ക് ഫസ്റ്റ് ജയിൽ നോമിനേഷൻ ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു. അപ്പം ഒരുപാട് ടാസ്കുകൾ, ഒരുപാട് കോമഡിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അറിയില്ല, എന്നാൽ പുറത്തു വന്നത് മാത്രമായി തെറ്റിയത്. അറിയില്ല, എല്ലാം ജനങ്ങളല്ലേ, ജനങ്ങളാണല്ലോ ഇതൊക്കെ തീരുമാനിക്കണം, നമ്മളറിയില്ല. അക്ബറിന് കപ്പടിക്കാൻ ചാൻസ് ഉണ്ടോ? കപ്പടിക്കട്ടെ, അതാണ് എന്റെ ആഗ്രഹം. അവന് കപ്പടിക്കട്ടെ, അതാണ് എന്റെ ആഗ്രഹം. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരുപാട് നാൾ സ്വപ്നം കണ്ടതാണ് കപ്പ്. അപ്പോ കപ്പ് അദ്ദേഹത്തിന് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അറിയില്ല ഇത് എന്താ സംഭവം. ഞാൻ ശരിക്കും പറഞ്ഞ അതിന് ശേഷം എപ്പിസോഡ്സ് ഒന്നും അങ്ങനെ കാണില്ല. കുറച്ച് എപ്പിസോഡ്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഏത് മനസ്സിലായില്ല. ഏത് ആറ്റിറ്റ്യൂഡ്? ചേട്ടാ അത് അന്നല്ലേ, അത് കഴിഞ്ഞില്ലേ. അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു. അതൊക്കെ ആ സമയത്ത് സംഭവം. അതിന് ഞാൻ ചില ഗെയിമിന്നൊക്കെ മാറ്റി, അതായത് ഈ പണപ്പെട്ടി എടുക്കുന്ന സംഭവമൊക്കെ നെവിനെ മാറ്റി നിർത്തിയാണ്. നെവിനൊരു ഗെയിം കളിക്കുന്ന ഒരാൾ തന്നെയാണ്. നെവിന് എന്തോ പ്രശ്നം ആയതുകൊണ്ടാണ് തോന്നുന്നത്. നെവിന്റെ ഭാഗത്തുനിന്ന് എന്തോ ഒന്ന് രണ്ട് വീഴ്ചകൾ വന്നപ്പോൾ ലാലേട്ടൻ കൊടുത്തതല്ലേ. അത് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല, കണ്ടിട്ടില്ല. കാണട്ടെ, വലിയ സന്തോഷം. കാണട്ടെ. എനിക്ക് അങ്ങനെ ആരോടും ഒരു മസ്താനടുത്ത് മാത്രമല്ല ആർക്കും ഒരു വിദ്വേഷവും കാര്യങ്ങളൊന്നുമില്ല. ടാസ്ക് ഗെയിമിനുള്ളത് ഗെയിം കഴിഞ്ഞു. പുറത്തിറങ്ങിയിട്ട് വീണ്ടും ആ ഗെയിമിനെ ചൊല്ലി അല്ലെങ്കിൽ അകത്ത് നടന്ന സംഭാഷണങ്ങളെ ചൊല്ലി പ്രതികരിക്കുക അല്ലെങ്കിൽ റിവെഞ്ച് മനസ്സിൽ കൊണ്ട് നടക്കുക, അതിലോട്ടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല സത്യം പറഞ്ഞു. നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ടല്ലോ ഇനിയും ചെയ്യാനായിട്ട്. വലിയ സന്തോഷം. ഇങ്ങനൊരു ഷോയിൽ പോകാൻ പറ്റി തന്നെ വലിയ സന്തോഷം. ഇത്ര നാൾ നിൽക്കാൻ പറ്റി, പിന്നെ കുറേ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാക്കാൻ പറ്റി, വലിയ സന്തോഷം. ഓഡിയൻസ്, ഒരുപാട് നല്ല ഓഡിയൻസ് നമുക്ക് വീണ്ടും നല്ല കുറച്ച് ഓഡിയൻസിനെ കിട്ടി. ഒത്തിരി സന്തോഷം. അത്രേ ഉള്ളൂ. ഇപ്പോൾ ബിഗ് ബോസിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരിക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന കാര്യം. പിന്നെ അതിനെ ചൊല്ലി പിന്നെ അത് വലിയ വിഷയം ആക്കണ്ടെന്നുള്ളതാണ്. ഇല്ല, പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞിട്ടില്ല. ഇല്ല. എല്ലാവർക്കും അവിടെ എല്ലാവർക്കും ഓൾമോസ്റ്റ് PR ബിഗ് ബോസ് ഹൗസിലേക്ക് വീണ്ടും പോവുകയാണ്. യെസ്. എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഒരു പ്ലാനിങ്ങും ഇല്ല. അന്ന് പോയതുപോലത്തെ അന്ന് പോയിട്ട് പ്ലാൻ ചെയ്തില്ല. ഒന്നുമില്ല, ഒരു പ്ലാനിങ്ങും ഇല്ല. ഹാപ്പി ആയിട്ട് പോവുക. അതെ, നമ്മള് ഹാപ്പി ആയിട്ട് നിൽക്കുക. കുറച്ച് 3 ദിവസം അത് അടിപൊളിയാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എന്നെ ആയിരിക്കും, അല്ല വേറെ ഉറപ്പായിട്ട് എന്നെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ തന്നെ ആയിരിക്കും. ശുദ്ധ മണ്ടത്തരം അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഫേക്കാണ്. ഇല്ല, അതൊക്കെ ഫേക്കാണ്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു ടോക്കും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. ഇല്ല. എനിക്ക് നിലവിൽ PR ഇല്ല. പക്ഷെ ഞാൻ കുറച്ച് പ്രൊമോഷൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. 2 ആൾക്കാരെ കുറച്ച് പ്രൊമോഷൻസ് ഒക്കെ ഏൽപ്പിക്കുമല്ലോ. അത് നമ്മുടെ സിനിമ ഇറങ്ങുമ്പോഴാണെങ്കിൽ എപ്പോഴും പ്രൊമോഷൻസ് ഏർപ്പാടാക്കാം. അങ്ങനെ കുറച്ച് പ്രൊമോഷൻസ് ചെയ്തു. അങ്ങനെ ഒരു ഭയങ്കര ബിഗ് എമൗണ്ട് കൊടുത്ത് തന്നെ ഇത്ര ദിവസം നിർത്തിക്കണം എന്നുള്ള ഒരു പരിപാടിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. താങ്ക് യു സോ മച്ച്. അറിയില്ല. നിങ്ങൾക്കറിയില്ല.
ഒരു അങ്ങനെ എനിക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഓട്ടം മറിക്കാൻ പറ്റുമോ അതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ബിഗ് ബോസ് പോയിട്ട് പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് അറിയാൻ സാധിച്ചത്. സത്യത്തിൽ വേറെ ഒന്നുമില്ല. ഇനി അതായത് ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞിട്ട് ബിഗ് ബോസ് അൾട്ടിമേറ്റ് ആണ് വരുന്നത്. നേരത്തെ പങ്കെടുത്ത കണ്ടസ്റ്റന്റുകളുടെ മനസ്സിൽ ഇനി ചാൻസ് ഒന്നും ഇല്ല പോകും. സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ പോകില്ല. സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോകും. കരിയറിലൊരു ബുദ്ധിമുട്ട് വന്ന സമയത്താണ് നീ പോയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സിനിമകൾ തിരിച്ചു വന്നു വീണ്ടും കരിയറിൽ ബുദ്ധിമുട്ട് എന്നുള്ളതല്ല, എൻ്റെ 1-2 സിനിമകൾ ഇറങ്ങാനുണ്ടായിരുന്നു. അപ്പൊ അത് ഇറങ്ങാനൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പ് എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഇതുപോലത്തെ നല്ലൊരു ചാനലിൽ നിന്നൊരു അവസരം വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ അതൊരു പോകണമല്ലോ. അത്രേ ഉള്ളൂ. അങ്ങനെ സിനിമ എല്ലായ്പ്പോഴും എൻ്റെ കൂടെ തന്നെ കാണും. ഞാനും സിനിമയ്ക്കൊപ്പം തന്നെ കാണും. എൻ്റെ ജോലി അഭിനയമാണ് സിനിമയിൽ. അപ്പൊ അത് എന്നെ ഫോളോ ചെയ്യുന്നതാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഷോയുടെ പുറകെ ഒരിക്കലും പോകില്ല. ഷോയിൽ വിളിച്ചാൽ സമയമുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പോകും. ബാക്കിയുള്ള സീസണിൽ വ്യത്യസ്തമായിട്ട് ഭയങ്കര കൺഫ്യൂഷൻ ആരാണ് വരുന്നത്. ഇങ്ങനെ കൺസെപ്റ്റിൽ ഏറ്റവും ഒരു ടോപ്പ് 3 വരാൻ പറ്റുന്ന ആരാണ്? ടോപ്പ് 3 ഇപ്പൊ ടോപ്പ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഓൾമോസ്റ്റ് അക്ബർ, അനീഷേട്ടൻ, അനുമോൾ എല്ലാവരും നന്നായിട്ട് ഗെയിം ചെയ്യുന്ന ആൾക്കാരാണ്. മൈൻഡ് ഗെയിമും കൂടെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഒരു ടോപ്പ് 3 എത്തി നിൽക്കുന്നത്. അനുമോള് അക്ബറിനെതിരെ ചില ആരോപണങ്ങൾ ആ സമയത്ത് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോ അത് നോട്ടം ശരിയല്ല, കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചു. അതിനെ കുറിച്ച് എന്താണ് തോന്നിയിട്ടുള്ളത്? അനുമോള് ഇതെന്താ സംഭവിച്ച, അനുമോള് പാവമാണ്. അനുമോള് നന്നായിട്ട് ടാസ്കുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അനുമോള് പറയുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തത വരുന്നില്ല. അങ്ങ് തോന്നിയതങ്ങ് പറയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ശരിയാവണമെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ ഒരു എനിക്ക് അക്ബറിനെ സംബന്ധിച്ച് എനിക്ക് അക്ബറിനെ ക്ലിയർ ആയിട്ട് അറിയാവുന്ന ആളാണ്. അങ്ങനെയൊന്നും ഇത്രയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ ആരോപണങ്ങൾക്ക് കുറച്ചെങ്കിലും സത്യസന്ധത ഉണ്ടാവണം എന്നുള്ളൊരു മിനിമം നമ്മളത് കീപ്പ് ചെയ്യണമല്ലോ. അത്രേ ഉള്ളൂ. പിന്നെ പറയുന്നവർക്ക് എന്തും പറയാമല്ലോ. ഈ സീസണിലാണ് ഏറ്റവും കൂടുതൽ വിമൻ ഗാർഡ് ഇറക്കിയിട്ടുള്ളത്. അവിടെ അതെ വിമൻ ഗാർഡ്, അതായത് ഒരുമിച്ച് ഗെയിം കളിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക്. അപ്പൊ തന്നെ തൊട്ടു പിടിച്ചു. കഴിഞ്ഞ സീസണൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു. അത്ര മോശപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് സെലക്ഷൻ ആയിട്ട് തോന്നി. ഒരിക്കലും എല്ലാവരും നല്ല കണ്ടസ്റ്റൻസ്. പിന്നെ ഇങ്ങനെ ആരോപണം ചുമ്മാ ഉന്നയിക്കുന്നത് നമ്മൾ കാണുന്ന അതല്ല ഗെയിമിന്റെ ഭാഗമാണ്. ബാക്കി എല്ലാ ഒരു കണ്ടസ്റ്റൻസും മോശമല്ല, എല്ലാവരും നല്ല കണ്ടസ്റ്റൻസ്. അത് വിഷമം വരുമ്പോൾ കരയട്ടെ. കാരണം ഇപ്പൊ എന്താ കുഴപ്പം? നമുക്ക് അവളെ കരച്ചിലും ചിരിയൊക്കെ പിടിച്ചിരുത്താൻ പറഞ്ഞ കാര്യമല്ലല്ലോ. വിഷമം വരുമ്പോൾ കരയട്ടെ, ചിരിക്കുമ്പോൾ ചിരിക്കട്ടെ. അത് മറ്റുള്ളവർക്ക് എന്താ കഴിക്കും? ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് പോയിരുന്ന് കരയാൻ പറ്റില്ലല്ലോ. അവിടെ എല്ലാവർക്കും ക്യാമറ ഇല്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആക്ട് ചെയ്യണം. അതെ. അപ്പൊ അതിനൊരു ആക്ടറാണ്. കളിയാക്കിയിട്ടില്ല, അങ്ങനെ പറഞ്ഞ് കളിയാക്കിയിട്ടില്ല. നിങ്ങൾ അഭിനയിക്കണ്ട, ഒരുപാട് അഭിനയിക്കില്ല. റിയലായിട്ട് ഇല്ലെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. വേറെ ഒന്നും കളിയാക്കിയിട്ടില്ല. ഇതൊക്കെ കറക്റ്റ് തിരിക്കണ്ടല്ലേ അറിയാം. ഇതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു, കുഴപ്പമില്ല. പറയാത്ത കാര്യങ്ങൾ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യില്ല. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബിഗ് ബോസിൽ തിരിച്ചു പോകാൻ വലിയ സന്തോഷം. ആ പ്ലാറ്റ്ഫോമിൽ ഒന്നും കൂടി കിട്ടാൻ പറ്റുകയാണ്. പിന്നെ എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റും. കുറച്ച് ദിവസമേ ഉള്ളൂ. എന്നാൽ പോലും ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു സിഗ്നേച്ചർ എന്താണോ അത് സൈൻ ചെയ്തിരിക്കും അവിടെ. അതിന് മാറ്റമില്ല. ഗംഭീരമായിട്ടൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും. താങ്ക് യു സോ മച്ച്. ഈ ബിഗ് ബോസ് കയറിയതിനു ശേഷം ഇറങ്ങിയ ശേഷം കരിയറിൽ എന്തുമാത്രം ഹെൽപ്പ് ചെയ്യുന്നു? ഒരുപാട് നല്ല ഇത്രയേ ഉള്ളൂ. നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരെ കിട്ടി. ഒരുപാട് ഇപ്പൊ ബ്രാൻഡുകളുടെ ഒരുപാട് ആഡും കാര്യങ്ങളൊക്കെ അങ്ങനെ കുറെ പരിപാടികൾ ഓണായി. പിന്നെ എന്താ വലിയ സന്തോഷം. എവിടെ ചെന്നാലും നമ്മളെ ആൾക്കാർക്ക് മോനെ ബിഗ് ബോസിന്റെ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ഫ്ലൈറ്റ് പോകാറായെന്ന് വിളിച്ചു പറയുന്നത്.